അപ്പോഴേ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോട് ഇന്നലെ ഞാനൊരു ഷോട്ട് ഇട്ടിരുന്നു കേട്ടോ. അതാണ് ഞാൻ ഈ ഓടിച്ച് കാണിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയച്ചിട്ട് വന്ന് ഒരുപാട് തുണികളുണ്ടായിരുന്നു. ഇവിടെ വാഷിംഗ് മെഷീൻ ഇല്ല കേട്ടോ, കറണ്ട് ബില്ലൊക്കെ ആവുമെന്ന് പറഞ്ഞ് പേടിച്ചിട്ട് ഞാൻ വാങ്ങിക്കാത്തതാണ്. അപ്പോൾ അതെല്ലാം കഴുകി എടുത്ത് ഇനിയും അത് മടക്കി വെച്ചില്ല, മടക്കാനെ കൊണ്ടിട്ട് ഒരു സൈഡിലോട്ടാക്കി. കഴുകി കഴിഞ്ഞാൽ വലിയൊരു ജോലി ഒതുങ്ങി എന്നാണല്ലോ. ഇത് നമ്മുടെ ചെമ്പരത്തിപ്പൂവ് ഉണങ്ങിയത് തറയിൽ വീണ് കിടന്ന് ഞാൻ പെറുക്കി വെച്ചേക്കാണ് കേട്ടോ. അത് ഞാനൊരു ഷോട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചെമ്പരത്തി താളി ഉണ്ടാക്കി നമ്മുടെ തലയിൽ തേച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലായിടവും ഞാൻ ക്ലിയർ ആക്കി അരി അടുപ്പയിട്ടു. അത് അവരെ വിട്ടേച്ച അരി അടുപ്പയിട്ട് കേട്ടോ. ഇത് മടി കാരണമാണ്, ഇല്ലെങ്കിൽ അതിന് മുന്നേയൊക്കെ നമുക്ക് അരി അടുപ്പയിട്ട് കുറേ ജോലികളൊക്കെ 10 മണിക്കൊക്കെ ഒതുക്കാം. ഇത് ഞാനുണ്ടാക്കിയ ബട്ടറാണേ. ബട്ടർ എന്ന് പറഞ്ഞാൽ വെണ്ണ ഞാനുണ്ടാക്കിയത്, ഞാനുണ്ടാക്കിയ നെയ്യാണ് ഇത്. കാണിക്കുന്നത് പാൽപ്പാട എടുത്ത്, ഇത് പാൽപ്പാടയാണ് കേട്ടോ. പാല് വാങ്ങിച്ചുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ കാച്ചി തണുപ്പിച്ച് പാൽപ്പാട എടുത്ത് അതിനകത്തോട്ട് മാറ്റി വെക്കും. കുറേ ആകുമ്പോൾ അത് മിക്സിയിലടിച്ച് അതിൻ്റെ ബട്ടർ കുറച്ചെടുത്ത് മാറ്റും. അതുപോലെ ഉരുക്കി നെയ്യാക്കും. ഇതൊക്കെ എന്നിട്ട് ഉറയൊഴിക്കും. ഇതൊക്കെ ഒരു 2 ലിറ്റർ പാല് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിൽ നിന്നാണ് ഞാൻ 2 ലിറ്റർ പാലിൽ നിന്ന് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റില്ല. 2 ലിറ്റർ പാല് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ പലപ്പോഴായിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു 3-4 പ്രാവശ്യത്തെ പാലാകുമ്പോൾ 4 പ്രാവശ്യം 8 ലിറ്റർ ആവുമല്ലോ. അത്രയൊക്കെ ആകുമ്പോൾ അതിനകത്തെ പാൽപ്പാട എടുത്ത് മിക്സിയിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അടിച്ച് വെണ്ണ മാറ്റി അല്ലെങ്കിൽ നെയ്യ് ഉരുക്കി ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ പാലിൽ നിന്ന് തന്നെ കേട്ടോ. ഒരു ചെറിയ ക്വാണ്ടിറ്റി എല്ലാം ഉണ്ടാവുള്ളൂ എങ്കിലും എൻ്റെ സ്വന്തം കൈ കൊണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു തൃപ്തി അത്രയേ ഉള്ളൂ. അപ്പോൾ ഉറയൊഴിച്ച് വെക്കുക. ഇച്ചിരി പാല് മാറ്റി എടുത്ത് ഉറയൊഴിച്ച് ഈ 2 ലിറ്റർ പാലിൽ നിന്ന് ഞാനൊരു ഇത്രയും പാലുണ്ട് ഇനി ബാക്കി, അത് ചായ ഇടാനെടുക്കും. നല്ല ഉറ കിട്ടും നമുക്ക് കേട്ടോ. നല്ല തൈര്, കട്ട തൈര് കിട്ടും. ചിലപ്പോൾ ഫ്ലോപ്പായൊക്കെ പോകാറുണ്ട്. നല്ല കട്ട. ഞാൻ അടുത്തൊരു ഷോട്ടിൽ എൻ്റെ ആ തൈര്, ഉറയൊഴിച്ച തൈര് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതെല്ലാം സെറ്റാക്കി വെക്കുകയാണ്. എന്നിട്ട് ആ കുപ്പി കഴിയ വെള്ളം ഇച്ചിരി പാലൂടെ ഒഴിച്ചൊരു കുഞ്ഞു ചായ വീണ്ടും ഇട്ട് കുടിക്കുകയാണ്. കാരണം എനിക്ക് അത് കളയാൻ മനസ്സ് വരുന്നില്ല. പാലിൻ്റെ വില അല്ലെങ്കിൽ ഓരോ സാധനങ്ങളുടെയും വില അങ്ങനെയാണല്ലോ. അപ്പോൾ അത് കളയാതെ ഒരു പിശുക്കിയായ അമ്മയുടെ ഒരു ഇതെന്ന് കരുതിയാൽ മതി. പിന്നെ ഒരു കുഞ്ഞ് സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം അച്ചാച്ച ഒരു കല്യാണത്തിന് പോയി. എനിക്കൊരു സാമ്പാർ മതി. ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട് മക്കൾക്ക്. പിന്നെ മീൻ വറുത്ത് കൊടുക്കും. അപ്പോൾ സാമ്പാർ വെക്കുന്ന എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയാമല്ലോ. കുറച്ച് പരിപ്പ് നന്നായിട്ട് എടുത്ത് കഴുകി, സാമ്പാർ തുമ്പര കഴുകി ഇച്ചിരി നേരം ഒന്ന് വെള്ളത്തിലിട്ട്, അപ്പോൾ വേഗം വേകാൻ വേണ്ടിയിട്ടാണ്. കുക്കറില്ല എനിക്ക്, കുക്കറെല്ലാം ഡാമേജ് ആയിപ്പോയി. കുക്കറുണ്ടെങ്കിൽ നമുക്ക് അതേപോലെ ഉള്ളിയും കുക്കറിനകത്തോട്ട് ഉള്ളിയും ഇച്ചിരി കായപ്പൊടിയും സാമ്പാറും പരിപ്പും ഒക്കെ കൂടിയിട്ട് 2 വിസിലടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് നല്ല പോലെ വെന്ത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുക്കറില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ കുതിരാൻ വെച്ച് ആ കുഞ്ഞിച്ചട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചട്ടിയിലേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ വഴുതനങ്ങയും പിന്നെ വാങ്ങിച്ച 2 ക്യാരറ്റും സവാളയും ചെറിയുള്ളി 5-6 എണ്ണം. രുചിക്ക് ചെറിയുള്ളി ചേർക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഉപ്പും ഇട്ട് ഞാൻ ഈ സാമ്പാർ തോമര വേവിക്കുകയാണ് കേട്ടോ. അതിനകത്തേക്ക് ഞാൻ ഇന്ന് ദോശ ചൂടാനെടുത്ത് വെച്ച എണ്ണ, ദോശ ചുട്ടില്ല, ഓട്സും മുട്ടയും കൊണ്ട് അങ്ങ് നിർത്തി. കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കിട്ടുമല്ലോ. എപ്പോഴും ഞാനങ്ങനെ അത് കഴിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്, കൊടുക്കാറുണ്ട്. ഇല്ലാത്ത ദിവസങ്ങൾ അവരവിടെ നിന്ന് കഴിക്കും. ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കഴിക്കുന്നത് കേട്ടോ. നമ്മുടെ സർക്കാർ സ്കൂളിൻ്റെ ഒരു ഭക്ഷണം നന്നായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. എൻ്റെ മൂത്ത മോനൊക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് വായിക്കുകയും, ചെറിയ 9 വയസ്സേ ആവുന്നുള്ളെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ നമ്മൾ എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് പലതും ഞാൻ പറയാം. അതിനിടയ്ക്ക് അച്ഛൻ കല്യാണത്തിന് പോയിട്ട് എനിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് തന്നു കേട്ടോ. വല്ലപ്പോഴും ഞാൻ പറയാറുള്ളൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ ഇതൊരു രസത്തിന് കറിവേപ്പില അങ്ങനെ ഇടുന്ന കറിവേപ്പില നല്ലതാണ്, നല്ല ഗുണമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും. പിറകി കളഞ്ഞാൽ മതി, അല്ലാതെ ഞാൻ വെറുതെ ഇടുന്നതാണ്. പച്ചക്കറി ഇട്ട് വേവിച്ച് ഞാൻ സാമ്പാർ പൊടിയാണ് ഇടുന്നത് കേട്ടോ. മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ട്, പിന്നെ മുളക് പൊടി ഒന്നും ചേർക്കാറില്ല. ഇച്ചിരി പുളിവെള്ളവും വെച്ച് കടുക് വറുത്ത് അതിനകത്തോട്ട് സാമ്പാർ പൊടി ഇട്ട് പുളിവെള്ളം ഒഴിച്ച് ഈ സാമ്പാറിനകത്തോട്ട് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കും. ഇതാണ് എൻ്റെ സാമ്പാർ. പലതരം സാമ്പാറുകളുണ്ട്. ചോറ് വെച്ച് ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. ഈ തേങ്ങകൾ ഇങ്ങനെ ഒത്തിരി കേടായതല്ല, എന്നാലും ഞാൻ കളയില്ല. ഇത് വെച്ചിരുന്ന് വെള്ളത്തിൽ കുതിരാൻ വെച്ച് അരിഞ്ഞ് മിക്സിയിൽ അരച്ച് ഇതിൻ്റെ പാലെടുത്ത് ഞാൻ തലയിൽ തേക്കാൻ ഉള്ള എണ്ണ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ ചെയ്യുമ്പം കാണിച്ചു തരാം. ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുമ്പം കാണിച്ചു തരാം. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ദയവ് ചെയ്ത് എന്നെ
സപ്പോർട്ട് ചെയ്യണം. കാരണം എങ്കിലല്ലേ ഞങ്ങളെപ്പോലുള്ളവർക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. ഒത്തിരി എഫേർട്ട് എടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത്. നേരത്തെ ഞാൻ എഫേർട്ട് ഇട്ടിട്ടിരുന്നില്ല. അതുപോലെ ചെറിയ ചെറിയ യൂട്യൂബുകാരുടെ പ്രയാസങ്ങൾ എനിക്ക് മനസ്സിലായിരുന്നില്ല. കാരണം അപ്പോൾ വിചാരിക്കും ഞങ്ങൾ എന്തിനു കാണണമെന്ന് ചിന്തിക്കേണ്ട. നമുക്കിടെ സാധാരണക്കാരോട് എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നിരുന്ന കാര്യം പറയുന്നത് പോലെ ഞാൻ നിങ്ങളോട് കാര്യം പറയുകയാണേ. അപ്പം മനസ്സിലാക്കുക, പ്ലീസ് സപ്പോർട്ട് ചെയ്യുക. എന്നെപ്പോലെ കുറേ പേരുണ്ട്, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ല കാര്യങ്ങൾ എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ കടുക് വറുത്തതിലേക്ക് സാമ്പാർ പൊടി ഇട്ട് പുളിവെള്ളം ഒഴിച്ച് അതിനകത്തോട്ട് ഇച്ചിരി ഇത് ഒഴിച്ച് തിളപ്പിച്ച് തിരിച്ചങ്ങ് ഒഴിച്ച് കുറച്ച് നേരം കൂടെ തിളപ്പിച്ചെടുക്കും. ഇതാണ് സാമ്പാർ. സാമ്പാറൊക്കെ നല്ല ടേസ്റ്റായിട്ട് ഇതിൽ നന്നായിട്ട് വെക്കുന്ന എല്ലാവരും ഉണ്ട്. എങ്കിലും ഞാൻ വെക്കുന്നത് എൻ്റെ അടുക്കളയിലെ കൊച്ചു വിശേഷങ്ങൾ കാണിക്കുന്നതേ ഉള്ളൂ. അതിനിടയ്ക്ക് ഞാൻ നമ്മുടെ ജനലിൽ 1-2 ഗ്ലാസ് കൂടെ പൊട്ടിയ ഗ്ലാസ്സുകളും ചീത്തയായ ഗ്ലാസ്സുകളൊക്കെ എടുത്ത് മണി പ്ലാന്റുകൾ കൊണ്ടുവച്ച് നല്ല രസമാണ് കേട്ടോ. എന്ത് വിഷമം ഉണ്ടായാലും വിഷമങ്ങളേ ഉള്ളൂ, അതിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും, പോസിറ്റീവ് വൈബാണ്. അപ്പോൾ അടുക്കളയിൽ പച്ച ചെടികളൊക്കെ വെക്കുക. അപ്പോൾ ഇന്ന് ഞാനിത് ഇടുന്നത് ഇന്നലെ വൈകിട്ട് എടുത്തിട്ട് ഉച്ചയ്ക്ക് പിള്ളേരെ വിട്ടിട്ട് ബാക്കി വന്ന് എടുത്തതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഷോർട്ട് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ബാക്കിയായിട്ടാണ് ഞാനിത് ഇടുന്നത്. രാവിലത്തെ തിരക്കുകൾ മോർണിംഗിൻ്റെ ഷോർട്ടുകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാ സാധാരണ അമ്മമാർക്ക് ഇതെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കൊരു സാമ്പാറും ചോറും മതി കേട്ടോ. ചോറിനകത്ത് നിറയെ സാമ്പാർ ഒഴിച്ച് കഴിക്കുന്ന ഒരു ശീലമുണ്ട്. ഞാൻ പകുതി തമിഴ്നാട്ടുകാരി, പകുതിയെന്നല്ല ഇതുപോലെ തമിഴ്നാട്ടുകാരി കൂടി ആയതുകൊണ്ട് ജനിച്ച് വളർന്ന എവിടെയാണെങ്കിലും എനിക്ക് സാമ്പാർ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് അവർക്ക് കുഞ്ഞ് സ്നാക്സൊക്കെ, ഇതൊന്നും വലിയ പതിവൊന്നുമില്ല അങ്ങനെ സ്നാക്സ് കൊടുക്കൽ. ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് റിലയൻസിൽ എപ്പോഴൊക്കെ പോകുന്നോ അപ്പം ഞാൻ വാങ്ങിക്കും. ഇവിടെ ഓഫറുകൾ വരുമല്ലോ, അപ്പോൾ അത് അവർക്ക് എടുത്തു കൊടുത്ത് അച്ചാച്ചൻ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, പ്ലീസ് കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ സാമ്പാറും ചോറും ഞാൻ തിന്നാൻ പോകണേ. എനിക്കിതൊക്കെ മതി. എല്ലാവരും ഇതുപോലെ ഇത് മാത്രമായിട്ട് കഴിക്കുന്ന അമ്മ അത് കഴിഞ്ഞ് അതിനകത്തോട്ട് ഇച്ചിരി സാമ്പാർ ഒഴിച്ച് കുടിക്കുന്നതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.